ഹലോ, നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്ററി അക്കൗണ്ട്സിൻ്റെ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് നോക്കിയത്. അതിൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചു, ഒരു ഫിക്സ്ഡ് അസറ്റിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ ഇൻ വാല്യൂ. അത് വെയർ ആൻഡ് ടയർ കൊണ്ടാവാം, അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒബ്സോളസൻസ് കൊണ്ടാവാം. എന്ത് കാരണം കൊണ്ടായാലും ഒരു ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ നോർമൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും, അസറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റായിട്ടും അസറ്റ്. ഇവിടെ നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റായിട്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിലേക്ക് ചാർജ് ചെയ്യണം. അതിനുശേഷം ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് ഡിപ്രീസിയേഷന് P&L ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. ഇവിടെ പ്രൊവിഷൻ ഫോർ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. ഇനി അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു മെഷീനറിയുടെ കോസ്റ്റ് 15 lakh ആണ്. 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 1,50,000 അല്ലേ. 15 lakhൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50,000. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഇനി P&L എങ്ങനെ വരും? നമ്മൾ ഡിപ്രീസിയേഷനെ P&L ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ P&L അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ, P&L ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1,50,000 വരും. ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്? മെഷീനറിയുടെ കോസ്റ്റും ബാലൻസ് ഷീറ്റിൽ മെഷീനറിയുടെ കോസ്റ്റ് എത്രയാണ്? 15 lakh അല്ലേ. അതിൽ നിന്ന് ലെസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 1,50,000. ഔട്ടർ കോളത്തിൽ എന്ത് ചെയ്യുക, റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ക്യാരിങ് എമൗണ്ട് എടുത്ത് തരിക. അതായത് 15 lakh മൈനസ് 1,50,000. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വരുമ്പോൾ ജേണൽ എൻട്രി. ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് എന്ന് പറഞ്ഞ് ചെയ്യും. ഇവിടെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ജേണൽ എൻട്രി. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ലോസ് ഓഫ് ഇൻവെൻട്രി ബൈ ആക്സിഡൻറ്റ് ഓഫ് ഫയർ. ചിലപ്പോൾ സ്റ്റോക്ക് നഷ്ടപ്പെടാം, ഫയർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മോഷണം കൊണ്ടോ. അപ്പോൾ അതിനെ റെക്കോർഡ് ചെയ്യാൻ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്നില്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. അബ്നോർമൽ ലോസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അത് അബ്നോർമൽ ആയിട്ടുള്ള ലോസ് അല്ലേ, സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതല്ല, റെക്കറിങ് അല്ല. അപ്പോൾ അബ്നോർമൽ ലോസ് ആണ്, അത് നമ്മൾ വിചാരിക്കാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടമാണ്. അപ്പോൾ അതിനെ അബ്നോർമൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അബ്നോർമൽ ലോസിനെ ക്രെഡിറ്റ് ചെയ്യുക. ഒന്നിലെ പർച്ചേസ് അക്കൗണ്ടിന് അബ്നോർമൽ ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒന്നിലെ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അബ്നോർമൽ ലോസ് നമ്മൾ ടോട്ടൽ പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. അതായത് ടു പർച്ചേസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കാണിച്ചിട്ട് ലെസ് അബ്നോർമൽ ലോസ്, നെറ്റ് പർച്ചേസ് എടുത്തേക്കും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. ഇനി അബ്നോർമൽ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം എത്രയാണ് ലോസ് സംഭവിച്ചത്, ഒരു ഫയറോ തെഫ്റ്റോ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയാണ് നഷ്ടം സംഭവിച്ചതെന്ന് നമ്മൾ ആദ്യം വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. ഇൻഷുറൻസ് ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ അബ്നോർമൽ ലോസ് സംഭവിച്ച മുഴുവൻ എമൗണ്ടും അല്ലെങ്കിൽ മുഴുവൻ തുകയും എന്ത് ചെയ്യണം, P&L റൈറ്റ് ഓഫ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ ക്ലെയിം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടുന്ന എമൗണ്ട് ഇൻഷുറൻസ് കമ്പനീനെ വെച്ച് ഡെബിറ്റ് ചെയ്യണം. ബാക്കിയുള്ള നഷ്ടം എവിടോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ലോസ് സംഭവിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോസ് ബൈ ഫയർ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ, സപ്പോസ് ഗുഡ്സ് വർത്ത് 6,000 ആർ ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ ആൻഡ് ദ ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ്സ് ദ ക്ലെയിം ഫോർ ₹4,500. 6,000 രൂപയുടെ ഗുഡ്സ് ആണ് ഫയറിൽ നഷ്ടപ്പെട്ടത്. അതിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുത്തു, 4,500 രൂപ തരാമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോസ് എത്രയാണെന്ന് വാല്യൂ ചെയ്തു, അതിൻ്റെ എൻട്രി പാസ് ചെയ്യണം അല്ലേ. ഇവിടെ ഫയർ ആണ്, അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ബൈ ഫയർ ആണ്. അപ്പോൾ ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെറ്റർ എത്ര നഷ്ടം വന്ന ഗുഡ്സ് 6,000 അല്ലേ, അതിന് ഡെബിറ്റ് ചെയ്യുക. ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെറ്റർ 6,000 ടു പർച്ചേസസ് അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്. ടു പർച്ചേസസ് എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പർച്ചേസിൽ നിന്ന് 6,000 ലെസ് ചെയ്ത് കാണിക്കുക. ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ലോസ് ബൈ ഫയർ എന്ന് കാണിച്ചാൽ മതി. 6,000 ഇതാണ് നഷ്ടം സംഭവിച്ചത്. ഇനി എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ 4,500 രൂപ ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 6,000 രൂപയുടെ ഗുഡ്സിന് 4,500 രൂപ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കോമ്പൻസേഷൻ തരുമ്പോൾ ജേണൽ എൻട്രി
ഇൻഷുറൻസ് കമ്പനീസ് അക്കൗണ്ട് ഡെറ്റർ 4500. ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞാൽ 4500 രൂപ അല്ലേ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് അക്കൗണ്ട് ഡെറ്റർ 4500. ഇനി ബാക്കി എത്ര? 6000-ൽ 4500 രൂപ നമ്മൾക്ക് കിട്ടും. ബാക്കി എന്ന് പറയുന്നത് നമ്മളുടെ അല്ലെങ്കിൽ കമ്പനിയുടെ നഷ്ടമാണ് അല്ലേ, ഫേമിൻ്റെ നഷ്ടമാണ്. 6000 മൈനസ് 4500 1500. അപ്പോൾ അത് എന്ത് ചെയ്യണം? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 1500. ടു ലോസ് ബൈ ഫയർ അക്കൗണ്ട് എത്രയാണ്? 6000 അല്ലേ. ഇതാണ് അബ്നോർമൽ ലോസ് വരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. സപ്പോസ് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഒന്നും തരുന്നില്ല. ഇവിടെ ഇൻഷുറൻസ് കമ്പനി ഗുഡ്സ് നഷ്ടപ്പെട്ട 6000 രൂപയാണ്, പക്ഷേ ഇൻഷുറൻസ് കമ്പനി യാതൊരു വിധ ക്ലെയിമും തരുന്നില്ല. അപ്പോൾ ആദ്യത്തെ എൻട്രി എങ്ങനെ വരും? ലോസ് ബൈ ഫയർ അക്കൗണ്ട് ഡെറ്റർ 6000 ടു പർച്ചേസ് ഓർ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് 6000. ഈ എൻട്രി എന്തായാലും എല്ലാത്തിലും സെയിം തന്നെ. ഇനി ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രി വരില്ല. അതിന് പകരം എന്ത് മാത്രമേ വരുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ബൈ ഫയർ. അപ്പോൾ നിങ്ങൾ എന്ത് കാണിക്കണം? മൊത്തം നഷ്ടം 6000 നഷ്ടമാണ്, ഒരു ക്ലെയിമും കിട്ടില്ല അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ബൈ ഫയർ 6000 എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ വരും? ടു ലോസ് ബൈ ഫയർ 1500. ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ ബൈ ലോസ് ബൈ ഫയർ 6000 എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ വരും. അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുമ്പോൾ ടു ലോസ് ബൈ ഫയർ 1500. എത്രയാണ് കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിന് നഷ്ടം അത് എടുത്തെഴുതുക. 1500 രൂപ നഷ്ടമുള്ളൂ അല്ലേ, ബാക്കി 4500 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ടു ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. ഇനി ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ളതാണ് ഈ 4500 രൂപ അല്ലേ. ഇൻഷുറൻസ് കമ്പനിയുടെ നിന്ന് 4500 രൂപ നമ്മൾക്ക് കിട്ടണം. നമ്മൾക്ക് അസറ്റാണ്, അപ്പോൾ അത് കറണ്ട് അസറ്റായിട്ട് കാണിക്കുക. ഇൻഷുറൻസ് ക്ലെയിം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾക്ക് കിട്ടാനുള്ളതായിട്ട് കാണിക്കുക ഇൻഷുറൻസ് ക്ലെയിം 4500. ഇതാണ് അബ്നോർമൽ ലോസ് വരുമ്പോൾ എൻട്രി. ഇനി തെഫ്റ്റ് ആണെങ്കിൽ ലോസ് ബൈ തെഫ്റ്റ് എങ്ങനെയാണോ അബ്നോർമൽ ലോസ് വരുന്ന ആ എൻട്രി കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ ട്രേഡിംഗ് അവസാനം പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് പോലെ തന്നിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒന്നിൽ പർച്ചേസ് ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ മൊത്തം കൊണ്ട് കാണിക്കും. ഇനി ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ചില സമയത്ത് ഗുഡ്സ് കസ്റ്റമർക്ക് കൊടുക്കും, പക്ഷേ കസ്റ്റമർ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ഓൺലൈൻ സൈറ്റുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മിന്ത്ര.com, ഫ്ലിപ്കാർട്ട്, അതിലൊക്കെ കുറേ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യും, പക്ഷേ നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല ടേംസിൽ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു, ഒരു ഷൂസ് ഓർഡർ ചെയ്തു, ഷൂസ് ഒന്നും നമ്മൾക്ക് നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയുള്ളതിനാണ് പറയുക ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് ആണെങ്കിൽ സെയിലായിട്ട് എപ്പോൾ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? കസ്റ്റമർ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിത് എടുക്കുകയാണ്, ഞാനിത് വാങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഗുഡ്സിനെ സെയിലായിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവലിനെ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത്രയും കാലം അത് എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്കിൽ അത് ട്രീറ്റ് ചെയ്യണം. സപ്പോസ് എക്സാമ്പിളിൽ ഗുഡ് കോസ്റ്റിംഗ് ₹10,000 സെൻഡ് ടു എ കസ്റ്റമർ. 10,000 രൂപ കോസ്റ്റുള്ള ഒരു ഒരു ഐറ്റം കസ്റ്റമർക്ക് വിറ്റല്ല ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിൽ കൊടുത്തു. അതിൻ്റെ സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,000. 10,000 രൂപ കോസ്റ്റ്, 12,000 രൂപ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെ ഇടും? ആദ്യം തന്നെ സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡ് റിസീവബിൾ അക്കൗണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 12,000 അല്ലേ. ഇനി നമ്മൾ അപ്രൂവ് ചെയ്തിട്ടില്ല, കസ്റ്റമർ അപ്രൂവ് ചെയ്തിട്ടില്ല, അപ്പോൾ അത്രയും നാൾ എന്ത് വെക്കണം? സ്റ്റോക്കിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി സ്റ്റോക്ക് ഓൺ അപ്രൂവൽ അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. സ്റ്റോക്ക് ഓൺ അപ്രൂവൽ അക്കൗണ്ട് വരും, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് അക്കൗണ്ട് എന്ന് ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാലും മതി. ഇവിടെ സ്റ്റോക്ക് ഓൺ അപ്രൂവൽ അക്കൗണ്ട് ഡെറ്റർ എത്ര അതിൻ്റെ കോസ്റ്റ് കാണിക്കണം? 10,000 ടു ട്രേഡിംഗ് അക്കൗണ്ട് 10,000. ഈ എൻട്രിയുടെ പ്രത്യേകത, അതായത് സെക്കൻഡ് എൻട്രിയുടെ പ്രത്യേകത എന്താ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സ്റ്റോക്ക് ഓൺ അപ്രൂവൽ എന്ന് പറഞ്ഞ് കാണിക്കുക, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് പോലെ അല്ലേ, സ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ളതാണ് 10,000. ഇതാണ് ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസിൻ്റെ എൻട്രി. ഇത് ബാലൻസ് ഷീറ്റിൽ എന്ത് വരും? ബാലൻസ് ഷീറ്റിലും ആ 10,000 ക്ലോസിംഗ് സ്റ്റോക്കിൽ കോസ്റ്റ് പ്രൈസിൽ കാണിക്കേണ്ടി വരും അല്ലേ. ഇനി ഗുഡ്സ് യൂസ്ഡ് അതർ ദാൻ ഫോർ സെയിൽ. സെയിലിനല്ലാതെ ഗുഡ്സ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്താൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വേറെ പല ആവശ്യത്തിന് യൂസ് ചെയ്യാം അല്ലെ. സാമ്പിളായിട്ട് കൊടുക്കാം, ഡൊണേഷനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റിപ്പയേഴ്സിന്, ബിൽഡിംഗ് റിപ്പയേഴ്സിനോ മെഷീനറിയുടെ റിപ്പയേഴ്സിനൊക്കെ കൊടുക്കാം അല്ലേ. ഓരോ ഇൻസ്റ്റൻസ് നോക്കാം. വെൻ ഗുഡ്സ് ആർ ഗിവൺ എവേ ഫോർ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി ഗുഡ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താ? നമ്മൾ പർച്ചേസ് ചെയ്യും, പക്ഷേ പർച്ചേസ് ചെയ്ത ഗുഡ്സ് മുഴുവൻ നമ്മൾ വിൽക്കുകയില്ല, നമ്മൾ ഡൊണേഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന അത്ര എമൗണ്ട് കുറയണം അല്ലേ. അപ്പോൾ എൻട്രി എന്താ? ഡൊണേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്. പർച്ചേസ് ചെയ്യുന്നതാണ് കുറയേണ്ടത്. പർച്ചേസ് ചെയ്യുന്ന കുറയാൻ കാര്യം നമ്മൾ
പർച്ചേസ് ചെയ്തു, പക്ഷെ അത് നമ്മൾ സെല്ല് ചെയ്യാനല്ല ഉപയോഗിച്ചാൽ നമ്മൾ ഡൊണേഷൻ ആയിട്ട് കൊടുത്തത് അല്ലേ. അത്രയും കുറച്ചു. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്രെഡിറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോൾ ഡൊണേഷനായിട്ട് കൊടുക്കുമ്പോൾ ഡൊണേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി പേഴ്സണൽ യൂസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്സ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്തു. എല്ലായിടത്തും പർച്ചേസസിനെ ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷനനുസരിച്ച് മാറും. ആദ്യം ഡൊണേഷൻ കൊടുത്തപ്പോൾ ഡൊണേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, പിന്നീട് ഡ്രോയിങ്സ് ആണപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ഫ്രീ സാമ്പിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ സാമ്പിൾ ഓർ അഡ്വർടൈസ്മെൻറ്റ്. സാമ്പിൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അല്ലേ, ഒരു ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്നിലെ ഫ്രീ സാമ്പിൾ അക്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്താ? പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഫ്രീ സാമ്പിൾസ് ഓർ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പർപ്പസിന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ പർപ്പസിന് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. എന്തിനാണോ? ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിന് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഇറക്ഷനോ കമ്മീഷനോ വേണ്ടിയാണെങ്കിൽ അത്. അപ്പോൾ ആ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക. ഇവിടെ ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം, അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റ് ചെയ്യേണ്ടപ്പോഴും പർച്ചേസ് തന്നെ. ഇനി വെൻ ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് പ്രമൈസസ് ഓർ മെഷീനറി, അങ്ങനെയാണെങ്കിൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്. പർച്ചേസ് അക്കൗണ്ടിനെ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യുക. മുകളിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഹെഡ്, അക്കൗണ്ടിങ് ഹെഡ് മാത്രം സിറ്റുവേഷൻ അനുസരിച്ച് മാറും, നേരത്തെ പറഞ്ഞ പോലെ. ഇനി കമ്മീഷൻ, മാനേജർ. നമ്മളിപ്പോൾ സോൾ പ്രൊപ്പറേറ്റർ ആണ്, പക്ഷെ നമ്മൾക്ക് ഒരു മാനേജർ ഉണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനെങ്കിൽ. മാനേജർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, മാനേജർക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസിൽ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതെങ്ങനെ അക്കൗണ്ട് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് വിധത്തിലുണ്ട്. ഇവിടെ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സെറ്റ് കമ്മീഷൻ. നമുക്ക് ബിഫോർ ചാർജിങ്, ആ ഒരു ബിഫോർ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ടേം കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ എങ്ങനെയാണ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100. 8% റേറ്റ് എങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 1 lakh ആണ്. റേറ്റ് ഓഫ് കമ്മീഷൻ 8% ആണെങ്കിൽ 1 lakh ഇൻറ്റു 8/100. അതാണ് കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ്. ഇനി കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരും. പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ, നമ്മുടെ എക്സാമ്പിൾ 1 lakh, റേറ്റ് ഓഫ് കമ്മീഷൻ 8% ആണെങ്കിൽ റേറ്റ് ഓഫ് കമ്മീഷൻ 8 അടിയിൽ വരുമ്പോൾ 100 പ്ലസ് റേറ്റ് ഓഫ് കമ്മീഷൻ, അതായത് 1 lakh ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 8, അതായത് 108. അങ്ങനെയാണ് കമ്മീഷൻ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ വരുന്നത് അല്ലേ. ഇനി അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ പേയബിൾ. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ പേയബിൾ. ഇനി കമ്മീഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്, അതിന് P&L ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രി P&L അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, P&L അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ഇതാണ് എൻട്രി. ഒരു എക്സാമ്പിൾ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഈസ് 1 lakh. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ 1 lakh ആണ്. ആൻഡ് മാനേജർ ഈസ് എൻറ്റൈറ്റിൽഡ് എ കമ്മീഷൻ ഓഫ് 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സെറ്റ് കമ്മീഷൻ. ബിഫോർ ആണെങ്കിൽ എങ്ങനെയാണ്? നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 അല്ലേ. എമൗണ്ട് ഓഫ് കമ്മീഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നെറ്റ് പ്രോഫിറ്റ് എത്ര? 1 lakh. 1 lakh ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡ് ബൈ 100. അപ്പോൾ 1 lakh ഇൻറ്റു 10/100, അതായത് 10,000 ആണ് കമ്മീഷൻ അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ വരും? ടു കമ്മീഷൻ 10,000 ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh ആയിരുന്നു. ബിഫോർ ചാർജിങ് ആണ് അല്ലേ. ചാർജ് ചെയ്ത് കഴിയുമ്പോൾ 1 lakh നിന്ന് 10,000 കുറയ്ക്കണം, അപ്പോൾ 90,000. ഇനി കമ്മീഷൻ പേയബിൾ എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റിൽ പേയബിൾ ആണ്, കൊടുക്കാനുണ്ട്, ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയുടെ കീഴിൽ കമ്മീഷൻ പേയബിൾ എന്ന് പറഞ്ഞാൽ 10,000 കാണിക്കും. ഇനി ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ എങ്ങനെ വരും? 1 lakh ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 110. അതായത് ഇവിടെ ബിഫോർ ചാർജിങ് ആണ് ഇല്ലസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 1 lakh ആണ് ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് കമ്മീഷൻ, അതായത് 100 ഇൻറ്റു 10/110. അപ്പോൾ 9,090 എന്താവും? കമ്മീഷൻ ആവും. ഇതാണ് കമ്മീഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി നിങ്ങൾക്കൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ക്യാപിറ്റലിൽ ഇത് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ പഠിച്ചപ്പോൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടല്ലേ. 14% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 12% പ്രിഫറൻസ് ഷെയർസ്,
അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അത് അണ്ടർസ്റ്റുഡ് ആണ്, കൊടുക്കണം. അതാണ് ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ചില ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനത്തെയൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ ഐറ്റംസ് വരുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ പ്രോബ്ലത്തിൻ്റെ ഒപ്പം പറഞ്ഞുതരാം. ഇത്രയും ജേണൽ എൻട്രീസ് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ത്രൂ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക, പറഞ്ഞുതരാം. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും പ്രോബ്ലംസ് ചോദിക്കുക. സിമ്പിൾ P&L ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും ചോദിക്കാൻ യാതൊരു സാധ്യതയില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വെച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക ജേണൽ എൻട്രീസ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക, പറഞ്ഞു തരുന്നതാണ്.